നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ 8 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 7 ദിവസമാണ് വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള തീരത്തിനരികെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ 2 മീറ്റർ വീതം ഉയർത്തും. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. രാത്രിയിൽ മഴ ശക്തിപ്പെട്ടതോടെ മീനച്ചിൽ, മണിമല ആറുകളിലെ ജലനിരപ്പ് ഉയർന്നു. മീനച്ചിലാറിന്റെ മണിമലയാറിന്റെയും കരകളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഇടുക്കിയിൽ ഇന്നലെ രാത്രി കനത്ത മഴ ലഭിച്ചു. വെള്ളിയാമറ്റത്ത് 2 ക്യാമ്പുകൾ തുറന്നു. സംസ്ഥാനത്ത് ഏറ്റവും അധികം വേനൽ മഴ ലഭിച്ചത് കോട്ടയത്താണ്. വേനൽ മഴയുടെ സമയമായ മാർച്ച് 1 മുതൽ മെയ് 31 വരെ ശരാശരി 838.7 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. ശരാശരി 449.6 മില്ലിമീറ്റർ മഴയാണ് ഇക്കാലയളവിൽ പ്രതീക്ഷിക്കുന്നത്. 87% അധികം മഴ പെയ്തു. ഇതിൽ ഭൂരിഭാഗവും മെയ് മാസത്തിന്റെ 2ാം പകുതിയിലാണ് ലഭിച്ചത്. ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയിൽ വ്യാപക നാശമുണ്ടായി. വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടി മലവെള്ളപ്പാച്ചിലുമുണ്ടായി. മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രി യാത്ര കലക്ടർ നിരോധിച്ചു. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലെ കരിപ്പലങ്ങാട്ട് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പാതയിൽ നാടുകാണിക്കടുത്ത് ഇന്നലെ വൈകിട്ട് 6-ന് മണ്ണിടിഞ്ഞു വീണ് 2 കാറുകൾ മണ്ണിനും മരങ്ങൾക്കുമിടയിൽ കുടുങ്ങി. പാലാ സ്വദേശി ബോണിയും കുടുംബവുമാണ് ഒരു കാറിൽ ഉണ്ടായിരുന്നത്. ഒരു കാർ ഭാഗികമായും ഒരു കാർ പൂർണ്ണമായും മണ്ണിനടിയിലായി. മണ്ണിടിഞ്ഞു വരുന്നത് കണ്ടതോടെ കാർ നിർത്തി ഇറങ്ങി ഓടിയതിനാൽ ദുരിതമൊഴിവായി. പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങളും നിർദ്ദേശങ്ങളും പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ച മങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാകാം. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യത. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത. മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക. ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക. മറ്റു ജില്ലകളിലും മഴ സാരമായ നാശം വിതച്ചിട്ടുണ്ട്. കൊല്ലത്ത് രാത്രിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ പെയ്തു. കൊല്ലം താലൂക്ക് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. ഇതിനോടകം 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1600 പേരെ മാറ്റിപ്പാർപ്പിച്ചു. തൃശൂരിലും പെയ്തത് അതിശക്തമായ മഴയാണ്. നഗരത്തിലെ അശ്വിനി ആശുപത്രിയിലും നിരവധി വീടുകളിലും വെള്ളം കയറി. റോഡുകളും വെള്ളത്തിനടിയിലായി. അതിനിടെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ അത്യുഷ്ണം തുടരും. 2 ദിവസം കൂടി ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജസ്ഥാനിൽ കടുത്ത ചൂടിന് നേരിയ ശമനമുണ്ട്.